Hi friends, everyone പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. As usual ഇത് നമ്മുടെ ഒരു ക്ലാസ് അല്ല. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ ആ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഈ YouTube മലയാളം എന്ന ചാനൽ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചുള്ള ചോദ്യമാണ് എങ്ങനെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ. അതായത് നമുക്കറിയാം ഈ കോവിഡ് എന്ന് പറയുന്ന ഈ രോഗം വന്നതിന് ശേഷം എല്ലാ രംഗത്തും ഒരു ഓൺലൈൻ രംഗത്തേക്കുള്ളൊരു ചലനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്നോടൊപ്പം പഠിപ്പിക്കുന്ന പല അധ്യാപകരും എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ പോലും നമ്മുടെ ചാനലിലെ വാട്സാപ്പ് നമ്പർ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അറിയേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് അതൊന്നും ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ചാനലിലേക്കാണ് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചാനൽ ആവശ്യമുണ്ട്, അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് വിനായക് പിത്തമ്പ വാച്ചിങ് ഇറ്റ് GK. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു 3 സെക്ഷനായിട്ടാണ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഏതൊക്കെ ഡിവൈസുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ദെൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പോൾ ഇത്രയും എൻ്റെ ഒരു കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ചെയ്യാൻ നിങ്ങളെ ആക്കാമെന്നൊരു ഉദ്ദേശം കൂടി ഈ വീഡിയോയ്ക്ക് ഉണ്ടെന്ന് കുട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്ത് പോകാതെ അവസാനം വരെ കാണുക. 1 by 1 ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വ്യക്തമാക്കി തരാൻ തന്നെ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം ഏതൊക്കെ ഡിവൈസുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മുടെ A2Z GK വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വീഡിയോസാണ് അതിൻ്റെ അറ്റ് എ ടൈം റണ്ണാകുന്നത്. അതായത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ എന്നെ തന്നെ നിങ്ങളവിടെ സൈഡിൽ താഴത്ത് കാണുന്നുണ്ട്. ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു വീഡിയോയും കാണുന്നുണ്ട്. അതായത് ഞാൻ എഴുതി വരുന്ന കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് ഞാൻ എൻ്റെ ഫോണിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറയൊന്നുമില്ല, ജസ്റ്റ് ഫോണിൽ മാത്രമാണ്. ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ iPhone 7 ആണ്. എൻ്റെ സെൽഫി ക്യാമിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സെൽഫി ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, സെൽഫി ക്യാമിനേക്കാൾ ക്ലാരിറ്റി കൂടുതലാണ് ബാക്ക് ക്യാമറ എന്ന് എനിക്കറിയാം. എങ്കിലും സെൽഫി ക്യാം ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാകുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ കണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടുമായിട്ടൊക്കെ നമ്മുടെ ഇരിപ്പ് വശം കൃത്യമായിട്ട് കണക്കാക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. നിങ്ങളിപ്പോൾ ആക്ച്വലി കാണുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ല ശരിക്കും ബാക്ക്ഗ്രൗണ്ട്, ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതായി കാണുന്നതാണ്. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ആക്കി മാറ്റും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പുറകെ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ആദ്യത്തെ ഡിവൈസ്. ആദ്യത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോണാണ്. അത്യാവശ്യം കൊള്ളാവുന്ന ക്യാമറയുള്ള, പറ്റുമെങ്കിൽ കൊള്ളാവുന്ന സെൽഫി ക്യാമുള്ള ഒരു മൊബൈൽ ഫോൺ. സെൽഫി ക്യാം അല്ലെങ്കിലും കുഴപ്പമില്ല, ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ. ദെൻ അടുത്തെന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്ന കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ എഴുതുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ എത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ടാബിൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു ടാബ് ഇതിലാണ് ഞാൻ എഴുതുന്നത്. ഇത് iPad 7th Gen ആണ്. ഇതിലാണ് ഞാൻ എഴുതുന്നത്. ഇതിലെഴുതുന്ന കാര്യങ്ങൾ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീനാണ് ഞാൻ പുറകിലെത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 2 വീഡിയോസ്. ഒന്ന് നിങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ, മറ്റൊന്ന് ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ടിൽ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിലാണ് ഞാൻ എഴുതുന്നതും കൂടെ അവിടെ മനസ്സിലാക്കി. ഇതിലാണ് എഴുതുന്നത്. സെപ്പറേറ്റ് ബോർഡ് പോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനാണ് ഞാൻ എഴുതുന്നത്. പിന്നെ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റൈലസ് ഉപയോഗിക്കുന്നത്. ഇത് ആപ്പിൾ പെൻസിലാണ്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റൈലസ് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ നല്ല വേസ്റ്റ് ഓഫ് മണിയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. കാരണം ഇതില്ലാതെ കണ്ട് നമുക്ക് ചെയ്യാം. മെയിൻലി നമുക്ക് നമ്മുടെ വിരൽ ഉപയോഗിച്ച് തന്നെ എഴുതാം. ഇനി അതല്ല എങ്കിൽ ഒരു 10 രൂപ പോലും ചിലവില്ലാതെ കണ്ട് സ്റ്റൈലസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെതായ യൂസ് വേറെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്തരം 3 ഡിവൈസുകളാണ് ഞാൻ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മൊബൈലൊന്ന് സ്റ്റേബിളായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ക്ലിപ്പ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ആക്ച്വലി ഒരു ട്രൈപോഡ് പോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ക്ലിപ്പിൽ ആ മൊബൈലോടെ അറിയാലോ, ഇതിങ്ങനെയാണ് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു 3-4 ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം 4 ഡിവൈസുകളെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മൊബൈൽ, ഒരു ടാബ്, ദെൻ സ്റ്റൈലസ് വേണമെങ്കിൽ സ്റ്റൈലസ്, ദെൻ ഇതുപോലെ ക്ലിപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അത്രയാണ് ഉപയോഗിക്കുക. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ എന്തായാലും എല്ലാ കയ്യിലൊരെണ്ണം കാണും, അത് വിട്ടേക്കാം. ദെൻ മറ്റൊരു മൊബൈൽ, ഇത് ടാബ് തന്നെ വേണമെന്നില്ല, മറ്റൊരു മൊബൈൽ തന്നെ മതിയാവും. ഇതൊന്നും മേടിച്ച് കാശ് കളയണം നിർബന്ധമില്ല. അത്യാവശ്യം സ്ക്രീൻ സൈസ് ഉള്ളൊരു സാധനമാണെങ്കിൽ എഴുതാൻ സൗകര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ടാബിലേക്ക് പ്രിഫർ ചെയ്തത്. ദെൻ ഇത് വേണ്ട, തൽക്കാലം ഇത് നമുക്ക് വേണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ ഇത് അത്യാവശ്യമാണ്, ഇതുണ്ടെങ്കിൽ നമുക്ക് നേരെ വയ്ക്കും. ഇതിന് വലിയ ചിലവൊന്നുമില്ല. എനിക്ക് 30 രൂപയ്ക്ക് ആക്ച്വലി ഇത് അറിയാമല്ലോ, നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ചില്ലിൽ വയ്ക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ട്, അത് ഞാൻ കളഞ്ഞിട്ട് നേരെ ഇത് മാത്രമായിട്ട് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഡിവൈസുകളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയുന്നത്. ആപ്ലിക്കേഷൻസ് ഏതൊക്കെ എന്നറിയുന്നതിന് മുമ്പ് എന്തിനാണ് ആപ്ലിക്കേഷൻസ്, എന്തൊക്കെ പ്രോസസ്സിനാണ് നമുക്ക് ആപ്ലിക്കേഷൻ ആവശ്യമായിട്ട് വേണ്ടതെന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കേസ്,
നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ 2 വീഡിയോസാണ് അറ്റ് എ ടൈം റൺ ആക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവേണ്ട വീഡിയോ ആണ്. ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അവിടെ വരണം. വിച്ച് മീൻസ് നമുക്കൊരു ബോർഡ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഗുഡ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമല്ല. പൊതുവേ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഡിവൈസുകൾ ആൻഡ്രോയിഡ് ആയിരിക്കുമല്ലോ. പക്ഷേ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ഗുഡ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലഭ്യമല്ല. പക്ഷേ അതിന് സമാനമായിട്ടുള്ള പല ആപ്ലിക്കേഷൻസുകളും നമുക്ക് ലഭ്യമാണ്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തതിൻ്റെ റിസൾട്ടിൽ വന്നിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നമുക്ക് എൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞു, ഗുഡ് നോട്ട്സ് എന്ന് പറഞ്ഞു. അത് കൂടാതെ മറ്റൊരു ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിക്കുന്നത് കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻ, ഞാൻ ഉപയോഗിക്കുന്ന 2 ആപ്ലിക്കേഷൻസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും എന്തൊക്കെയാണ് വേണ്ടതെന്നും ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആദ്യം പരിചയപ്പെടുത്തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈ ടാബിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് പോകാം. ഞാനിത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുറയിൽ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഈ 2 ആപ്ലിക്കേഷൻ നിങ്ങളിവിടെ കാണാം. ഒന്ന് ഗുഡ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്, മറ്റൊന്ന് കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് ഗുഡ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷനിൽ ബേസിക്കായിട്ട് വേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഒന്ന്, റൈറ്റ് ചെയ്യാൻ പറ്റണം, ഇറേസ് ചെയ്യാൻ പറ്റണം, അല്ലേ? എഴുതാനും പറ്റണം. എഴുതി കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യാനും പറ്റണം, ഇറേസ് ചെയ്യാനും പറ്റണം. ബേസിക് നീഡാണ്, അതാണ് ബേസിക്കായിട്ട് ആവശ്യം. എഴുതിയ വന്നില്ലെങ്കിൽ പിന്നെ ബോർഡ് ഉണ്ടായിട്ടൊരു കാര്യമില്ല. അടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റണം. ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കി, ഇവിടെ എന്താ പറയുക, ഡിഫറൻറ്റ് കളറുകളിലൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അടുത്തൊരു പോയിൻറ്റിങ് ഡിവൈസ്. പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് കാണിക്കാറുണ്ട്. പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം കഴിയുമ്പോൾ അതങ്ങ് മാഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഹൈലൈറ്റ് മാത്രം ഉണ്ടായാലും മതി. പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രസീവ് ആയിരിക്കും ആൾക്കാർക്ക്. ഓക്കെ. പിന്നെ കളർ ചേഞ്ച് ചെയ്ത് ഞാൻ ആൾറെഡി സൂചിപ്പിച്ച് കഴിഞ്ഞ് ഇത്തരത്തിൽ എന്താ പറയുക, എഴുതുന്ന മഷിക്കായാലും ഹൈലൈറ്റിനായാലും വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് കിട്ടിയാൽ അത് വളരെ നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ ഒരു ഇംപ്രഷൻ കിട്ടുന്നതിന് നല്ലതായിരിക്കും. ഓക്കെ. then അടുത്ത എന്താണ്, അടുത്തത് പിക്ചർ ആൻഡ് PDF. നമുക്കൊരു ഇമേജ് ഇതിലേക്ക് കൊണ്ടുവരണം, ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമേജിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇമേജ് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലൊരു ഇമേജ് നമുക്കിവിടെ കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരാം. ഓഫ് കോഴ്സ് പിന്നെ PDF ഇപ്പോൾ ഞാൻ എക്സ്പോർട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ആൾറെഡി നമ്മളതാ നേരത്തെ ചെയ്ത് വെച്ചിരിക്കും. ഇതൊരു PDF ഫയൽ നേരെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ. അത് നമുക്ക് PDF ഫയൽ നേരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് കൂടുതൽ കഷ്ടപ്പാടില്ലാതെ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് വരാൻ പറ്റുന്നതാണ്. ദെൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നതല്ലാതെ കണ്ട് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിമയുള്ള രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷനായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കണ്ടില്ലേ, ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. നമുക്കിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ. അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അതും വളരെ നല്ലൊരു ഫീച്ചറാണ്. ദെൻ പിന്നെന്താ, ഷേപ്പ് എന്ന് പറയുന്ന സാധനം. നോക്കുക, ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതാണ്, നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചുമ്മാ നമ്മൾ ഈ പെൻസിൽ ഉപയോഗിച്ച് വരച്ചാൽ ഇങ്ങനെ ആയിരിക്കും വരിക. അതേസമയം ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഷേപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ള സർക്കിളുകളായിക്കോട്ടെ, ട്രയാങ്കിൾസ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഷേപ്പ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് എന്താ പറയുക, ഇടയ്ക്കൊരു പോസ് വരാതെ കണ്ട് വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വളരെ വേഗത്തിൽ ചെയ്തു പോകാൻ പറ്റും. പിന്നെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ. മൂവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ച സാധനം ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വയ്ക്കണം. കണ്ടില്ലേ, ഇങ്ങനെ മാറ്റി മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ അതും ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻ, ഇത് മാത്രമല്ല ഇനിയും പല ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ബേസിക് ആയിട്ടുള്ള എൻ്റെ ഈ ആപ്ലിക്കേഷനിൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഗുഡ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കിട്ടുന്ന സംഗതികളാണ്. ഇനി ഇത് കൂടാണ്ട് പറയാനാണെങ്കിൽ അറ്റ് എ ടൈമിൽ നമുക്ക് 2 നോട്ട്സുകളൊക്കെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു നോട്ടും പിന്നെ ഒരേ സമയത്ത് 2 നോട്ടുകൾ എനിക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. ഇനി അതല്ല മറ്റൊരെണ്ണം ഇതിങ്ങനെ, ഓക്കെ, ഇതിങ്ങനെ ഒരെണ്ണം. ഇതെല്ലാം ആപ്പിൾ ഡിവൈസുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടില്ലേ, ഇത് ഒരേ സമയത്ത് എനിക്ക് 3 കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിൻ്റെ അകത്തുണ്ട്. അത് പോട്ടെ, നമുക്ക് അത്ര ഒന്നും അഡ്വാൻസ് ആയില്ല എങ്കിലും ബേസിക് ആയിട്ട് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റൈറ്റ് ചെയ്യാനും ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഈ 2 കാര്യങ്ങളെങ്കിലും മിനിമം വേണം.
അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ ഇതാണ്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൈൻ മാസ്റ്റർ. ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ iOS-ലും നമുക്ക് രണ്ടിലും ലഭ്യമാകുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും ചെയ്യേണ്ടി വരിക. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ആദ്യം തൊട്ട് കാണിക്കാം. കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കാണുന്നതാണ്. ഇത് നമുക്ക് റൈറ്റ് സൈഡിൻ്റെ മേളിലൊരു പ്ലസ് ഐക്കൺ കാണാം. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റേഷ്യോകൾ, അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ റേഷ്യോ എങ്ങനെ വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. 16:9 വേണോ, 9:16, നേരെ തിരിച്ച് എന്താ പറയുക വെർട്ടിക്കലായിട്ട് വേണോ, അതൊരു സ്ക്വയർ ടൈപ്പ് വേണോ, സ്ക്വയർ ആണോ 1:1 പറയാം. നമ്മൾ പൊതുവെ യൂട്യൂബ് ഉപയോഗിക്കുന്നത് 16:9 ഇങ്ങനെ ഈ ഒരു സംഭവമാണ്. 16:9 ആണ്, 9:16 അല്ല. അറിയാലോ, മനസ്സിലായല്ലോ, അതാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ മീഡിയ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. മീഡിയ എന്നുള്ള ഓപ്ഷന് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ മെയിൻ ഫ്രെയിം എന്താണെന്നുള്ളതാണ്. അതായത് എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ആ A to Z GK ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മുടെ ബോർഡ് വരുന്നത്. ബോർഡാണ് മെയിൻ കണ്ടന്റ്. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ കണ്ട ഓൾ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് എല്ലാ വീഡിയോസും ഒരുമിച്ച് വരുന്ന ഏരിയയാണത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ ആൾറെഡി ആ ബോർഡ് ഉൾക്കൊള്ളുന്ന ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എന്താണ് അതിലുള്ളതെന്നുള്ളത്. ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്താണെന്ന് നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് നേരെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ആയിക്കോളും. അത് ട്രിക്ക് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സൂം ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി വെക്കുക. അതായത് ഇതിനോടൊത്ത് ആ ഫ്രെയിം കൃത്യമായിട്ട് ഇതിൻ്റെ അത് ഉൾക്കൊള്ളുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ആ താഴത്തേക്ക് എന്നെ പ്ലേസ് ചെയ്യണം. അവിടെയാണ് നമ്മൾ അടുത്തൊരു സംഗതി. അതായത് ഇനി നമ്മൾ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ പുറകിൽ തന്നെ ആഡ് ആവത്തുള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതിനാണ് നമ്മൾ ലെയർ എന്ന് വിളിക്കുക. അപ്പോൾ ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മീഡിയ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പുറത്തുള്ള മീഡിയ എടുത്ത് ഒന്നുകൂടെ ബാക്ക് പോയി കാണിക്കുക. അത് നമ്മളെടുത്ത് പുറത്തുള്ള മീഡിയ ആണ്. ഇവിടെ നമ്മളിനി എടുക്കാൻ പോകുന്നത് ലെയർ എന്ന് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള മീഡിയ എടുക്കുക. അപ്പോൾ ഒരു വ്യത്യാസം നോക്കാം നമുക്ക്. അതിനകത്ത് ഞാൻ എൻ്റെ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ, ഓക്കെ, അത് നമ്മൾ എടുക്കുകയാണ്. അത് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒറിജിനൽ ഈ കാണുന്നതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതിങ്ങനെ വരും. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം, നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇങ്ങോട്ട് ഒതുക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഏരിയയിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയ ക്രോപ്പ് ചെയ്ത് വേണം. ആവശ്യമില്ലാത്ത ഏരിയ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിങ്ങോട്ട് മാറ്റുക. അതിനുശേഷം ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് വലുതാക്കി വെക്കാം. ഇവിടെ നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്ന ടൂളെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ഈ ക്രോമാക്കി എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറിൽ വേരിയേഷൻ ഉണ്ടാകും കേട്ടല്ലേ. അതായത് ഈ പറയുന്ന പച്ച കളർ ഉണ്ടായിരുന്ന ഭാഗം മൊത്തം അവനങ്ങ് ഓട്ടോമാറ്റിക്കലി എടുത്ത് മാറ്റി പോയിട്ട് ബാക്കിയുള്ള ഭാഗം, അതായത് ഓട്ടോമാറ്റിക്കലി എടുത്ത് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതായിരിക്കും ഇനി കാണാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് ഓടിച്ച് ഇത് കണ്ടില്ല, നിങ്ങൾ ആ പുറകിൽ കാണുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും ഭാഗത്തൊന്നും ഇല്ലാത്തൊരു അവസ്ഥ, ആ പച്ച കളറോടൊന്ന് മാറി. സോ നമുക്ക് ആ പച്ച ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം ഫ്രെയിം കട്ട് ചെയ്യാൻ. ഞാൻ ഈ ഒരു ഏരിയ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയസ്, അതായത് നീല വരുന്ന പോർഷനൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട്. അതിനെ മാറ്റിക്കൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്യുന്നു. വീണ്ടും ഈ പറയുന്ന ക്രോമാക്കി എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് അതുപോലെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് ഓക്കെ വെക്കുക. പിന്നെ ഇത് ഇവിടെ ഇങ്ങോട്ട് വലിച്ചിട്ട് താഴത്തേക്ക് വെക്കുക. ഓക്കെ, ദെൻ പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്യുമ്പോൾ ഇത് രണ്ടും കറക്റ്റ് സിങ്ക്രണൈസ് ആവില്ല. നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ട് സിങ്ക്രണൈസ് ആവില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുകയും പേസ്റ്റ് ചെയ്യുകയും വേണ്ടി നോക്കാം. നമുക്ക് പുതിയ ചാനലിനുള്ള ഒരു ഡെമോ വീഡിയോ ആണിത്. ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടോ. ആ എഡിറ്റ് എന്ന് പറയുന്നതൊക്കെ കഴിഞ്ഞിട്ടൊരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് നമുക്ക് താഴത്തെ വീഡിയോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ചിട്ട് അത് പ്ലേസ് ചെയ്യുക. അത് നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് കിട്ടും. പിന്നെ ഈ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്ന അത്രയും പോർഷൻ നമുക്ക് മാറ്റിയിട്ട് അത് ജോയിൻ ചെയ്യാം. അതിനുള്ള പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, 2 പീസാക്കിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സംഗതിയിൽ വരുന്നത്. ദെൻ ഈ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഫ്രെയിം സെറ്റായി, ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യാം. ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ജസ്റ്റ് പറയാനില്ല. നമുക്ക് ഇവിടെ പറയേണ്ട ബാക്കി കാര്യങ്ങൾ നമുക്കിനി എന്താ പറയുക, എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്യാം. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിലൂടെ ലെങ്തി ആയി പോവുകയും ചെയ്യും.
നിങ്ങൾക്കത് എന്താ പറയുക അത്ര നേരം ഇരിക്കാൻ പലരും മനസ്സ് കാണിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് എഡിറ്റിംഗ് മാത്രമായിട്ട് സെപ്പറേറ്റ് വീഡിയോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നുള്ളത്, എൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, എൻ്റെ ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ തന്നെ നമുക്ക് മുഖത്ത് തെളിച്ചമൊക്കെ കൂട്ടാൻ വേണ്ടി അറിയാമല്ലോ, എൻ്റെ കളർ വളരെ നിങ്ങളിപ്പോൾ കാണുന്ന കളറൊന്നുമല്ല എനിക്ക്, ഇതിവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം സുന്ദര സ്വരൂപനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, വെളുപ്പിക്കാനൊക്കെ പറ്റും മനുഷ്യനെ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, അപ്പോൾ അത്യാവശ്യം വെളുത്ത സുന്ദരനായിട്ടിരിക്കാനുള്ള വകുപ്പുണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ കെയിൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ ട്യൂട്ടോറിയൽ നമുക്ക് ഇതിൽ ബാക്കി ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളുണ്ട്. അത് ഓരോന്നുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് വീഡിയോസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോയിൽ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും കൂടെ ചേർത്തൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം സെപ്പറേറ്റ് മറ്റൊരു ചാനലിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് മറ്റൊരു ചാനലിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്കറിയാം, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ആലോചിക്കാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഒപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, എന്നെപ്പോലെ തന്നെ എന്നല്ല, എന്നേക്കാൾ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ അറിയാവുന്ന മറ്റു പല അധ്യാപകരും പുറത്തുണ്ട്. അവരെല്ലാം ഇത്തരത്തിലൊരു മെത്തേഡ് എങ്ങനെയാണ് ഓൺലൈനിൽ ക്ലാസ് എടുക്കുക എന്നുള്ളതിനെപ്പറ്റി ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഈ രംഗത്തേക്ക് വരാത്തത്. സോ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഇൻ എഫക്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന എൻ്റെ ചാനലിൽ പഠിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹെൽപ്പ് ആകും. അതുകൊണ്ട് അത്തരം അധ്യാപകരിലേക്ക് ഈ വീഡിയോ എത്തത്തക്ക വിധത്തിൽ ഇതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്കും എനിക്കും അവർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.